തൊട്ടിൽപ്പാലം നാഗമ്പാറയിലെ അജയ് രാജന് സിവിൽ സർവീസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം. 109ാം റാങ്ക് നേടിയാണ് അജയ് മിന്നുന്ന വിജയം കരസ്ഥമാക്കിയത്. കാവിലുംപാറ പഞ്ചായത്തിലെ നാഗമ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമാണ് അജയ് ആർ രാജ് സിവിൽ സർവീസ് പരീക്ഷയിൽ 10 മാറ്റ് തിളക്കം നേടിയത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 109ാം റാങ്ക് നേടിയാണ് മിന്നുന്ന ജയം സ്വന്തമാക്കിയത്. അജയ് റാങ്ക് കിട്ടിയതറിഞ്ഞ് നിരവധി പേരാണ് വീട്ടിലേക്കെത്തുന്നത്. നിറഞ്ഞ സന്തോഷത്തിലാണ് അജയുടെ കുടുംബവും നാട്ടുകാരും. ആദ്യം നാഗമ്പാറ നഴ്സറി വെച്ച് പഠിച്ച്, അത് നിഷ ടീച്ചറേനും അവിടെ തുടക്കം കുറിച്ച്, അത് കഴിഞ്ഞ് നാഗമ്പാറ 4ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് ചാത്തൻകുണ്ടയുടെ 10ാം ക്ലാസ് വരെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മാറുന്നത്. ആദ്യം കിട്ടിയിട്ടും ഭയങ്കര സന്തോഷമായിരുന്നു. അതിലുപരി ഇപ്പോൾ കുറച്ചുകൂടി സന്തോഷം കൂടിയിട്ടാണ്. കഴിഞ്ഞ വർഷം 730ാം റാങ്കാണ് സിവിൽ സർവീസിൽ അജയ് നേടിയത്. അങ്ങനെ ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് ട്രെയിനിങ്ങിന്റെ സമയത്താണ് അജയ്ക്ക് വീണ്ടും തിളക്കമാർന്ന വിജയം നേടാനായത്. കഴിഞ്ഞ എക്സാമിന് അവന് 730 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിങ്ങിനിടയിലാണ് അവൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു വിജയം കിട്ടിയതിൽ കുടുംബത്തിന് അതിയായ ഒരു സന്തോഷം. അജയ് പഠിച്ചത് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിലായിരുന്നു BA MA ചെയ്തത്. അതിനുശേഷം ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിരുന്നു. അജയുടെ പേരിൽ നാടും അഭിമാനം കൊള്ളുന്നതായി കാവിലുംപാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണലിൽ രമേശൻ പറഞ്ഞു. നാടിനും കാവിലുംപാറ പഞ്ചായത്തിനും ഏറെ അഭിമാനം തോന്നുകയാണ്. ചെറിയ ക്ലാസ്സിൽ തന്നെ ഇവിടെ ഗവൺമെൻറ് UP സ്കൂളിൽ നിന്ന് പഠനം ആരംഭിച്ച് ചാത്തൻകോട്ടയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസമെല്ലാം പൂർത്തീകരിച്ചാണ് ഇത്ര ഉന്നതമായിട്ടുള്ള വിജയം അജയ് രാജിന് കൈവരിക്കാൻ കഴിഞ്ഞത്. കുടുംബത്തോടൊപ്പം കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ സന്തോഷം പങ്കിടുകയാണ്. പൊതുവിദ്യാലയങ്ങളിലൂടെ ആണ് പഠനം പൂർത്തീകരിച്ചാണ് ഈ സിവിൽ പരീക്ഷയിൽ 109ാം റാങ്ക് നേടാൻ അജയ് രാജിന് കഴിഞ്ഞിട്ടുള്ളത്. MA പഠനത്തിന് ശേഷം 2023 മുതൽ 2025 വരെ തൃശൂർ ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപകനായിരുന്നു അജയ്. ആ സമയത്ത് കുട്ടികൾക്ക് പരിശീലനം നൽകിയും സ്വയം പഠിച്ചുമാണ് അജയ് ആർ രാജ് എന്ന കോളേജ് അധ്യാപകൻ സിവിൽ സർവീസ് നേടിയത്. റാങ്ക് പട്ടികയിലെത്തുമ്പോൾ പിന്നിട്ട വഴികളത്രയും കഠിനാധ്വാനത്തിൻ്റെതാണ് ഈ ചെറുപ്പക്കാരന്. 10 വരെ ചാത്തൻകോട്ടുനട AJ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. +1, +2 തിരുവനന്തപുരം സെന്റ് തോമസ് സെൻട്രൽ CBSE സ്കൂളിലും 2017 CBSE ഹ്യൂമാനിറ്റീസിൽ ദേശീയ തലത്തിൽ 4ാം റാങ്ക് നേടിയിരുന്നു. ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നെറ്റും നേടി. സിവിൽ സർവീസ് തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്തെന്ന താൻ പഠിച്ച സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് അജയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഈ ജോലി തരുന്ന അവസരങ്ങൾ ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ ആദ്യം കിട്ടുന്ന പോസ്റ്റ് തന്നെ ഏറ്റവും സീനിയർ മോസ്റ്റ് പോസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് അതിഭീകരമാണ്. കുറേ മിനിസ്ട്രീൻ്റെ അണ്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓരോ 4 വർഷം കൂടുമ്പോൾ നമ്മുടെ പോസ്റ്റിംഗ് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ നമുക്ക് കിട്ടുന്ന ഒരു മീനിങ് ഫുൾനെസ്, അതായത് നമുക്ക് കുറേ ആൾക്കാരെ സഹായിക്കാൻ പറ്റും. സഹായിച്ചാൽ വളരെ കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് വലിയ ലാർജ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരാളുടെ ഫയൽ നീക്കാനാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റ കോൾ കൊണ്ട് കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു പോളിസി ചെയ്യണമെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവിയെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും. നാഗമ്പാറ നല്ലോങ്കുഴിയിൽ രാജൻ രാധ ദമ്പതികളുടെ ഇളയ മകനാണ് അജയ്. സഹോദരൻ റിനോജ് കേരള യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.